സത്യവിട്ടാ സത്യവിട്ടാ നോക്ക് നോക്ക്, താരേ സഞ്ജയും. താറാവാ? ഓ അതൊന്നുമല്ല, താരേ സഞ്ജയും. അങ്ങോട്ട് നോക്ക്. താരേ സഞ്ജയ? ശരിയാണല്ലോടി. ഹലോ 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 കിരൺ, വേഗം വിട്ടോ. ഓക്കെ. ചേട്ടാ ഒന്നും കേൾക്കുന്നില്ലല്ലോ. ആരാ ഇത്? പരിചയമില്ലാത്ത നമ്പറാ. ഈ നേരത്താ. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നേ? എടുത്ത് മാറടാ അങ്ങോട്ട്. ഞാൻ വേറൊരു ആവശ്യത്തിന് പുറത്തോട്ട് വന്നു. ശരി, ഞാൻ വിളിക്കാം. നീക്കെ എന്താ ഹലോ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് ഇനിയിപ്പോ എന്ത് ചെയ്യും? നിന്റെ പുറകെ ആരോ ഉണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ പൃഥ്വി. അത് സത്യമാണെന്ന് വീണ്ടും വീണ്ടും ഉറപ്പായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നീ ഒറ്റ കൊടുത്തതുപോലെയാ അവൻ ആരോ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അല്ല, ഞാൻ കോടികളുടെ ഡ്രഗ്സും വിശ്വസ്തനായ എന്റെ ഒരു ആളെയുമാ ഇപ്പൊ നഷ്ടമായിരിക്കുന്നത്. എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല പൃഥ്വി. ഇതിനെല്ലാം നീ മറുപടി പറഞ്ഞേ തീരൂ. ഞാൻ എന്ത് ചെയ്യാനാ സാർ? എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം നീ തിരിച്ചു തന്നേ പറ്റൂ. നിനക്ക് 24 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടണം. അല്ല, ഞാൻ 24 മണിക്കൂർ. അല്ലെങ്കിൽ നിനക്ക് പ്രിയപ്പെട്ടത് പലതും നിനക്ക് നഷ്ടമാവും. സാർ പ്ലീസ്, ഞാൻ പറയുന്നു സാർ. നീ ആരാണെന്നും എന്താണെന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. മേനോനെ കുറിച്ചുള്ള വിവരങ്ങൾ തരാതെ നീ ഇനി പുറലോകം കാണുമെന്ന് കരുതണ്ട. പറയടാ, ആരാടാ നിന്റെയൊക്കെ ഈ മേനോൻ? അയാളുടെ യഥാർത്ഥ പേരെന്താ? എനിക്കറിയില്ല. ഒരു തലമുറയെ നശിപ്പിക്കാനുള്ള വിഷം ഇതിൽ നിറയെ. ഇത് വിൽക്കുന്ന മേനോനെയും അവന്റെ ആൾക്കാരെയും ഞങ്ങൾ ഇല്ലാതാക്കിയിരിക്കും. മേനോൻ ആരാണെന്ന് ആർക്കും അറിയില്ല. ആളെ അറിയുന്ന രീതിയിൽ വരാറുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശ്രമമെല്ലാം വെറുതെ ആവുകയുള്ളൂ. നിനക്ക് എല്ലാം അറിയാന്നും മേനോന്റെ എല്ലാ ഡീലിലും നീ ഇൻവോൾവ് ആണെന്നും ഞങ്ങൾക്കറിയാം. പിന്നെ എന്നോടെന്തിനാ ചോദിക്കുന്നേ? നീ മര്യാദയ്ക്ക് സംസാരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ചോദ്യം ചെയ്യലിന്റെ രീതിയൊക്കെ അങ്ങ് മാറും. നിങ്ങൾ എന്നെ എന്ത് ചെയ്താലോ ഒരു വിവരവും കിട്ടാൻ പോകുന്നില്ല. തർക്കുത്തരം പറയുന്നോടാ. വാ. സഞ്ജയ് തന്ന റിപ്പോർട്ട് തന്നെയാണ് ആ ഫയലിലുള്ളത്. ഡീറ്റെയിൽസ് ന്യൂസ് ഡെസ്കിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു എഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് തീരില്ല. ഞാൻ എഴുതിയതിന്റെ അർത്ഥം മുഴുവൻ മാറുന്ന രീതിയിലാണ് താരത് മാറ്റിയിരിക്കുന്നത്. നിനക്കെന്തോ ഉണ്ട്? സഹദേവട്ടൻ നോക്ക്. സത്യവിട്ടാ സത്യവിട്ടാ നോക്ക് നോക്ക്, താരേ സഞ്ജയും. താറാവാ? ഓ അതൊന്നുമല്ല, താരേ സഞ്ജയും. അങ്ങോട്ട് നോക്ക്. താരേ സഞ്ജയ?
ശരിയാണല്ലോടി. ഏത് റെസ്റ്റോറന്റിൽ ചെന്നാലും ഇവരവിടെ കാണുമല്ലോ. ഇവരങ്ങ് സെറ്റ് ആയിരുന്നെങ്കിൽ പൂർണിമയുടെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി സഞ്ജയ് അങ്ങ് ഒഴിഞ്ഞു പോയേനെ. നീ പേടിച്ചാ? വെയിറ്റ് റെഡി. എന്താ സാർ വേണ്ടേ? 2 ഓറഞ്ച് ജ്യൂസ് പെട്ടെന്ന് കൊണ്ടുവരണേ. ശരി സാർ. ഓ, നീ പറഞ്ഞത് ശരിയാ. എങ്കിൽ പകുതി സമാധാനമായ. എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്ഥലത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇനി താരയ്ക്കൊപ്പം തുടർന്നാൽ ശരിയാവില്ല. ഞാൻ ഈ ജോലി റിസൈൻ ചെയ്യാണ്. അങ്ങനെ തോന്നുമ്പോ റിസൈൻ ചെയ്ത് പോകാനൊന്നും സഞ്ജയ്ക്ക് കഴിയില്ല. കടം വീട്ടാനുള്ള പണം ഞാൻ എണ്ണി തന്നപ്പോ സഞ്ജയ് ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് എനിക്ക് തന്നിരുന്നു. അതിന്റെ കാലാവധി കഴിയാതെ സഞ്ജയ്ക്ക് എന്നെ വിട്ട് പോകാൻ പറ്റില്ല. കുറച്ചുകൂടി അടുത്തു പോയിരുന്നെങ്കിലേ അവരെന്തോ പറയുന്നെന്ന് കേൾക്കാമായിരുന്നു. വല്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് അറിയാമായിരുന്നല്ലോ. ശരിയല്ലേ സാർ? വച്ചോ. നമ്മളെ കണ്ട അവരും എല്ലാം പറയോ മനുഷ്യ? അതും ശരിയാ. തൽക്കാലം ഇവിടെ ഇരുന്ന് നമുക്ക് പറ്റുന്ന പോലെ കേൾക്കാം. എത്ര നേരം ഇരുന്ന് സംസാരിക്കുമെന്നറിയാലോ. ഷോ, പൂർണിമ കൂടി വേണമായിരുന്നു. അവരുടെ ഈ ഇരിപ്പ് കാണുമ്പോ അവക്ക് നന്നായിട്ടങ്ങ് പൊള്ളിയാനെ. അതും ശരിയാ. എന്താ നാവിറങ്ങിപ്പോയോ? സഞ്ജയ്, വെറുതെ എന്നോട് ഉടക്കാൻ നിൽക്കണ്ട. എന്നെ വിട്ടു പോയാ സഞ്ജയ്ക്കൊരു നിലനിൽപ്പുണ്ടാവില്ല. മാനസികമായി എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് താര ഇതെല്ലാം. എൻ്റെ നിവർത്തികേട് കൊണ്ടാ ഞാനിവിടെ നിൽക്കുന്നത്. അതിൻ്റെ പരിധി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു. സഞ്ജയ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വേണ്ട, ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല. ഞാൻ പോവാണ്. സഞ്ജയ്, ശ്ശേ. അവ ഉടക്കി പോയ പോലെ ഉണ്ടല്ലോ. നമ്മുടെ പ്രതീക്ഷകളെല്ലാം നശിച്ചു. നോക്കാം. ഞാനെന്നാ ഒരു ഫലോടൂടെ പറയട്ടെ. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് അതിനല്ലേ കൊള്ളൂ. 2 പറ. ആഹാ. ആ. നിങ്ങൾ എത്തിയോ? വാ.